നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് 21 days ഹാപ്പിനെസ് ചലഞ്ച്. 21 days നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാന്നല്ല കേട്ടോ, 21 days ചലഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കടലിൽ ഭയങ്കര പ്രക്ഷോഭം നടക്കുമ്പോൾ കുറച്ച് നേരം കപ്പൽ നങ്കൂരം ഇടാറുണ്ട്. കാരണം ആ ഒരു ഇത് മാറുന്ന വരെ കപ്പൽ നങ്കൂരമായിട്ട് കിടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ, പ്രശ്നത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്ന് നങ്കൂരം ഇടുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ആ 21 days നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോ കംപ്ലൈൻറ്റ്സ്, നോ ബ്ലെയിമിങ്, നോ ക്രിറ്റിസിസം, നോ സെൽഫ് ഡൗട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ആ ഒരു 21 days നമ്മൾ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ 22nd day നമ്മൾക്ക് ഭയങ്കര ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കൈവരും. ശരിയാണോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി അറിയാം. ഞാൻ ചെയ്യുന്നുണ്ട്. ആ 21 days നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഔട്ടിങ്ങിന് പോവുക, വൈഫുമായിട്ട് ഒരു ഫിലിമിന് പോവുക, പാർക്കിൽ പോവുക, അല്ലെങ്കിൽ കുട്ടികളായിട്ട് എൻജോയ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോവുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം മെയിൻ ഉറവിടം എന്താണെന്ന് വെച്ചാൽ സന്തോഷം, ഹാപ്പി ആയിട്ട് നമ്മളിരിക്കുക.